ഇതിപ്പോ എന്തിനാ ഇങ്ങനെ ഇതെന്ത് ചെയ്യണപ്പേ? ഇതിപ്പോ എന്ത് ചെയ്യണേ? ഇതിപ്പോൾ ട്യൂൺ ചെയ്യണം, അതായത് കോട്ടൺ തീർക്കണം, ഓട്ടം തീർക്കണം. അതായത് ലെവലാക്കണം. ഈ വളവ് നിവർത്താൻ പറ്റില്ല. വളവെന്ന് പറഞ്ഞാൽ വളവല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും പോകണുണ്ടോ, അത് ലെവൽ ചെയ്യണം. വളവ് പുതിയ റിമ്മിന് ഉണ്ടാവില്ല, ഇതാവില്ല. പഴയ റിമ്മിന് വളവുണ്ടാവും, അത് നമുക്ക് നിർത്താൻ പറ്റില്ലാണെങ്കിൽ നിർത്തിയെടുക്കും ഒരു പരിധി വരെ. ഇതിപ്പോ പുതിയ റിമ്മാണോ? അപ്പൊ ഇതിന്റെ ഈ ഹബ്ബ് മാത്രമുള്ള മാറി, ഹബ്ബ് പഴയതും റിമ്മിന് സെറ്റ് ചെയ്തപ്പോൾ പുതിയത് സെറ്റ് ചെയ്യണം. സെറ്റ് ചെയ്താണ്. അപ്പോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു, ഇനിയിപ്പോൾ ഇതിനെ കോട്ടൺ തീർക്കണം. ഇത് ഏകദേശം എത്ര സമയം കൊണ്ട് തീരും? ഇപ്പോൾ പുതിയ ഒരു പഴയ ഹബ്ബ് ഇവിടെ തന്ന് കമ്പിയും റിമ്മും മാത്രം പുതിയത് മേടിച്ചു കൊടുത്തതിനാ. എനിക്ക് പണിതെടുക്കണമെങ്കിൽ 2 മണിക്കൂറെങ്കിലും വേണം റിമ്മ് സെറ്റ് ചെയ്യാൻ. ഇതിന് ധൃതിപ്പെട്ടിട്ട് കാര്യമില്ല. പിന്നെ ഒരുപാട് ധൃതിയിൽ ചെയ്യുന്ന ആളുകളുണ്ട്, അത്ര അങ്ങോട്ട് ഇതിലേക്ക് ആയിക്കൊള്ളണമെന്നില്ല. അപ്പൊ ഇവിടെ ഈ ഏരിയയിൽ അത്യാവശ്യം വർക്ക്ഷോപ്പുകളിൽ നിന്നൊക്കെ കഴിക്കില്ലേ? വരുന്നുണ്ട്. ഓ, ആശിംകാട വർക്ക്ഷോപ്പിൽ നിന്ന് ഇതുപോലെ ഞാൻ പണ്ട് വന്നിട്ടുണ്ട്. ഞാൻ വർക്ക്ഷോപ്പിലായിരുന്ന സമയത്ത് ഇതുപോലെ ആശിംകാട വർക്ക്ഷോപ്പിൽ 2018 സമയത്ത്, ആ വെള്ളപ്പൊക്കത്തിൻ്റെ സമയത്ത്, ആ സമയത്ത് ഞാനിവിടെ വന്ന് ഞാൻ അവിടെ വന്ന് ഇവിടെ ഇരുന്നിട്ടുണ്ട്, ഒരുപാട് ഇരുന്നിട്ടുണ്ട്. അവിടെ പണിക്കാരനായിട്ടുണ്ടായിരുന്നു. അവിടെ കുറച്ച് ഞാൻ പണി പഠിക്കാനായിട്ട് കുറച്ച് ആളുണ്ടായിരുന്നു, 2 കൊല്ലത്തോളം. എന്തെങ്കിലുമൊക്കെ പഠിച്ചിട്ടുണ്ടാവണല്ലോ. തീർച്ചയായിട്ടും ഞാൻ വണ്ടിയുടെ പണിയൊക്കെ അത്യാവശ്യം എല്ലാം അറിയാം. ഇപ്പോൾ കുറച്ചൊക്കെ ആ ടച്ച് വിട്ട്, ആ ഫീൽഡിൽ നിന്ന് മാറി കാരണം ആ ടച്ച് വിട്ടുപോയി. എന്നാലും ഏകദേശം നമ്മുടെ വണ്ടിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത് തീർക്കും. അതല്ലേ ഇന്നത്തെ പരിപാടി ശരിക്കും ഇന്ന് സെറ്റ് ചെയ്യണ പരിപാടി പുതിയ കംപ്ലീറ്റ് കൊടുക്കും. വർക്ക്ഷോപ്പുകളിൽ അവിടെ കയറിയിട്ട് എത്ര വർഷമായി ഇവിടെ? ഈ കാലഘട്ടത്തിൽ ഈ തലമുറ തന്നെയാണ്. ഈ തലമുറ 10 കൊല്ലം നമ്മൾ 45 കൊല്ലത്തോളം ഈ ഇത് 35 കൊല്ലം 40 കൊല്ലം 30 കൊല്ലം പണി ഉണ്ടായിരുന്നില്ല. റിമ്മ് ഈ ടൈപ്പാണ് തുടക്കത്തിലൊക്കെ ഏത് വണ്ടിയുടെ ഇവിടെ റേറ്റ് കൂടി വന്നിട്ടുണ്ട്? ഐറ്റംസ് ഉണ്ടായിട്ടുണ്ടാവില്ലേ, ആദ്യത്തെ മുമ്പ് ഞാൻ തന്നെ ഇവിടെ ഒരാൾ എൻ്റെ റിവ്യൂ പോയിട്ട് വീടോടെയാ പണിയിട്ട് പെരുമ്പാവൂർക്ക് നമ്മുടെ പെരുമ്പാവൂർ നഗരത്തിൽ ബഡ്ജറ്റിൽ തന്നെ KFC സ്കൂളിൻ്റെ മാത്സ് ഷോപ്പിംഗ് മാളിൻ്റെ തൊട്ടിപ്പുറത്തുള്ള ഒരുപാട് സീനിയറായിട്ടുള്ള ഈ റിമ്മിൻ്റെ സെറ്റ് ചെയ്ത നമ്മുടെ വിൽക്കാരുടെ പേരെങ്ങനെയാണ് അബ്ദുൾ റഹ്മാൻ വിൽക്കാരുടെ അതിൻ്റെ വിശേഷങ്ങളാണ് നമുക്ക് കണ്ടത്.